എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കേട്ടതാണ് ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞത്. മുമ്പ് അയാളത് പറഞ്ഞിരുന്നു. അന്ന് വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം വീണ്ടും നിയമസഭയിൽ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണം അജ്ഞാനം, അറിവില്ലായ്മയാണ്. കാരണം എന്താണ് സനാതനധർമ്മം എന്നറിയാത്തത് കൊണ്ടാണ്. വിദേശികൾ ഇവിടെ എത്തിയ അന്നു മുതൽ തുടങ്ങിയതാണ് ഇതിനെ ഒഴിവാക്കാൻ. പക്ഷേ ഇതവരെ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലായിട്ടില്ല എന്താ സനാതനധർമ്മം എന്നുള്ളത്. അവർ മതത്തിൻ്റെ കണ്ണിലൂടെയാണ് കണ്ടത്. ഉപനിഷത്തുക്കളും വേദങ്ങളൊക്കെ വന്ന് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് എന്തോ വലിയ കാര്യമാണ്, ഇതങ്ങനെ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഒറ്റ വഴിയുള്ളൂ, മതം മാറ്റുക. അങ്ങനെ മതം മാറ്റം പ്രക്രിയ തുടർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മതം മാറ്റുന്നുണ്ടെങ്കിലും ഇത് മനസ്സിലാക്കിയ കുറേ പേർ ഇത് തിരിച്ച് ഇങ്ങോട്ടും വരുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം പണ്ടത്തെ മാതിരി മതം മാറ്റം നടക്കുന്നുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം നേടിയ പഴയ ആൾക്കാർ തങ്ങളുടെ പഴയ താവളം തേടി തിരിച്ചു വരുന്നുമുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇത് അവർ സമ്മതിക്കില്ല. ഈ മതം മാറ്റേ പ്രസിദ്ധമാകുന്നുള്ളൂ. മതം മാറ്റുന്നത് തിരിച്ചു വരുന്നെങ്ങനെ പ്രസിദ്ധമാകുന്നില്ല. അതാണ് സംഭവം. അപ്പം ചുരുക്കി പറഞ്ഞ് ഇതിനെ നശിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവൻ കരുതുന്നത് എന്താ, ഹിന്ദുമതത്തെ നശിപ്പിക്കാമോ? എന്താ അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. അതായിരിക്കാം ഒരു പക്ഷെ അതെങ്ങനെ സാധിക്കും? ഇല്ലാത്തൊരു സാധനത്തെ എങ്ങനെയാണ് നശിപ്പിക്കുക? അതുകൊണ്ടാണ് ഇതോടെ നശിക്കാത്തത്. ഹിന്ദുമതത്തെ നശിപ്പിക്കണം. ഹിന്ദുമതം എന്ന് പറഞ്ഞൊരു മതം ഇല്ലാത്ത ഒന്നിനെ എങ്ങനെ നശിപ്പിക്കും? നമ്മൾ സനാതനധർമ്മമാണ്. ഈ സനാതനധർമ്മം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പം ഹിന്ദുക്കൾക്ക് പോലും സനാതനധർമ്മം ശാശ്വതമായ ധർമ്മം, ഒരിക്കലും നശിക്കാത്ത ധർമ്മം എന്നറിയാമെന്നല്ലാതെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത് എന്നാണ് അർത്ഥം. നശിക്കാത്ത എന്താ ഈ ലോകത്തുള്ളത്? നശിക്കാത്തത് ആകെ ഒന്നേ ഉള്ളൂ, ബ്രഹ്മസത്യം, ജഗത് മിഥ്യം, ബ്രഹ്മം മാത്രമേ ഉള്ളൂ നശിക്കാത്തത്. അതേ പരമാത്മാവ് എന്നും ഈശ്വരൻ എന്നൊക്കെ നമ്മൾ പറയും. അതാണ് സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ധർമ്മം. ഒന്നിനെ അതായി നിലനിർത്തുന്ന എന്തോ അതാണ് ധർമ്മം. സൂര്യനായി നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങളാണ് ചൂടും പ്രകാശവും. അതില്ലെങ്കിൽ സൂര്യനല്ല. മനസ്സിലായില്ലേ? അതേമാതിരി ഈശ്വരനെ ഈശ്വരനായി നിലനിർത്തുന്ന ഘടകം എന്തോ അതാണ് സനാതനധർമ്മം. സനാതനത്തിൻ്റെ ധർമ്മം, ഈശ്വരൻ്റെ ധർമ്മം. അതെന്താ? സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഈ മൂന്നെണ്ണം ഈശ്വരനെ കൊണ്ടേ സാധിക്കും. സൃഷ്ടി, സ്ഥിതി, സംഹാരം. അതുകൊണ്ടാണ് അത് പ്രകൃതിയിലേക്കും വിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മളും ഇത് ചെയ്യുന്നുണ്ട്. കാരണം അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നീ വാക്കുകളൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. ഞാനും അതുതന്നെ. എൻ്റെ ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതും അതേ ചൈതന്യം തന്നെയാണ്. അപ്പം ഞാൻ ചെയ്യേണ്ട ധർമ്മം എന്താണ്? സൃഷ്ടി, സ്ഥിതി, സംഹാരം. നമ്മൾ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നു, അവയെ സംരക്ഷിക്കുന്നു. അവർക്കെതിരായ രോഗാണുക്കൾ വല്ലതും വന്നാൽ, രോഗങ്ങൾ വന്നാൽ അവയെ സംഹരിക്കുന്നു. നമ്മൾ കാർഷിക വിളകൾ ഉണ്ടാക്കുന്നു, അതിനെ സംരക്ഷിക്കുന്നു. പിന്നെ ആവശ്യം വരുമ്പോൾ അതിനെതിരായിട്ട് അതിന് വിളവുകളൊക്കെ നശിപ്പിക്കുന്ന പ്രാണികളുണ്ടെങ്കിൽ അതിനെ നമ്മൾ നശിപ്പിക്കുന്നു. നമ്മളും സ്വയം സൃഷ്ടിക്കപ്പെടുന്നു, സംരക്ഷിക്കപ്പെടുന്നു, അവസാനം നശിപ്പിക്കപ്പെടുന്നു. ഇതാണ് സനാതനധർമ്മം. ഇതെങ്ങനെയാണ് ഇല്ലാതാക്കുക? ഇത് ആർക്കാണ്? ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആണോ ഇത്? മതങ്ങളിൽ സനാതനധർമ്മമുണ്ട്. പക്ഷേ സനാതനധർമ്മത്തിൽ ഒരിക്കലും മതമില്ല. കാരണം ക്രിസ്ത്യാനിക്കായാലും മുസൽമാനായാലും ഹിന്ദുവിനായാലും ബൗദ്ധനായാലും പാഴ്സിയാണെങ്കിലും ജൈനനാണെങ്കിലും ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ വേണം. അതില്ലാതെ അവർക്ക് പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല, സമൂഹം ഉണ്ടാവില്ല. ജീവികൾക്കും അങ്ങനെ തന്നെയല്ലേ? അപ്പം അതാണ് സനാതനധർമ്മം എന്നുള്ള സൃഷ്ടി, സ്ഥിതി, സംഹാരമാണ് സനാതനൻ്റെ
ധർമ്മം, സനാതനൻ ബ്രഹ്മം, ബ്രഹ്മത്തിൻ്റെ ധർമ്മം, അതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. കാരണം നമ്മളും ബ്രഹ്മം തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി, ഇതാണ് പച്ചയായ യാഥാർത്ഥ്യം. അതുകൊണ്ട് എങ്ങനെയാണ് ഈ സനാതനധർമ്മത്തെ ഇല്ലാതാക്കുക? അത് ഇല്ലാതാക്കാൻ പറ്റില്ല. അത് ഈ പ്രകൃതിയുടെ സ്വഭാവം, അത് വന്നുകൊണ്ടിരിക്കും. ആ സനാതനധർമ്മം സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും ആവശ്യമായ ചേരുവകകളുണ്ട്. അതാണ് സത്യം, ധർമ്മം, ന്യായം, യുക്തി, ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണമുള്ളത് അല്ലേ. നമ്മൾ അധ്വാനിച്ചുണ്ടായ സൃഷ്ടി എങ്ങനെ സൃഷ്ടിക്കണം? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത്. നമ്മൾ വിവാഹം കഴിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അധ്വാനിക്കുക, നമുക്കൊരു വരുമാനം വേണം, അത് ജോലി എടുക്കണം, അത് സത്യസന്ധമായിരിക്കണം. അങ്ങനെ ജോലി എടുത്ത് വിവാഹം കഴിക്കണം, അതിൽ കുഞ്ഞുങ്ങളുണ്ടാക്കണം. വിവാഹം കഴിച്ചവൻ എന്താണ്? സ്നേഹം, അവിടെ സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട്. അപ്പോൾ സൃഷ്ടിക്കും ഇതൊക്കെ ആവശ്യമാണ്. സ്നേഹം, കാരുണ്യം, വാത്സല്യം. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ജനിച്ചതെല്ലാം ആവശ്യമാണ്. മരിക്കുന്നത് വരെ അത് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ സനാതനധർമ്മം നടപ്പാക്കാനുള്ള മെറ്റീരിയലുകൾ ആണിതൊക്കെ. ദാനധർമാദികൾ ചെയ്യണം, പ്രാർത്ഥന വേണം, പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുക? ഈശ്വര സ്മരണ വേണം. ഞാൻ എന്നെ തന്നെ സ്മരിക്കുക എന്ന് തുല്യം. ജീവാത്മാവ് പരമാത്മാവിനെ സ്തുതിക്കുന്നു. എന്തിനു വേണ്ടി? ഇതൊക്കെ നേരായി പോകണം. നമ്മൾ സത്യസന്ധമായി ചെയ്തുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. നമ്മളൊന്നും ചെയ്യാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഏത് പ്രവൃത്തിയാണ്, പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. ഒരു അനുഗ്രഹം കൂടി വേണം. അപ്പോഴാണ് വൃത്തിയായിട്ട് എഴുതാൻ കഴിയും. ഇതൊന്നും ഇല്ലാത്ത ഏത് മതത്തിനുള്ളതുണ്ടോ? ഇല്ല. അപ്പോൾ സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ സാധ്യമല്ല. കാരണം അത് എല്ലാവരിലും ഉണ്ട്. ഹിന്ദുക്കൾ, ഹിന്ദുമതം എന്നൊക്കെ പുറത്തുനിന്ന് വന്ന പേരാണ്. നമ്മൾ സനാതനധർമ്മികളാണ്. ആ സനാതനധർമ്മത്തിന് ആവശ്യമായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കിപ്പോൾ ഒന്നിപ്പോൾ അമ്പലത്തിൽ പോയി നിർബന്ധമില്ലാത്തത് കൊണ്ടാണ്. ഈശ്വരനിൽ വിശ്വസിച്ചു ഇല്ലെങ്കിൽ വേണ്ട. ഇതാണ് ആവശ്യത. ഇല്ലെങ്കിൽ വേണ്ട. അമ്പലത്തിൽ പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പോകേണ്ടവർക്ക് പോകാം, പോകേണ്ടാത്തവർക്ക് പോകണ്ട. പക്ഷേ എല്ലാവരും പോകുന്നു. അതേമാതിരിയാണല്ലോ ഇപ്പോൾ ഗീത ഉപദേശിച്ച് കൊടുത്തതിന് ശേഷം യഥാ ഇച്ഛസി തഥാ കുരു, എന്താണോ നീ ആഗ്രഹിക്കുന്നത് അതേപോലെ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഇത് ചെയ്യണമെന്ന് ഒരിക്കലും പറഞ്ഞില്ല. പക്ഷേ അർജുനൻ അത് ചെയ്തു. കാരണം അതിൻ്റെ മൂല്യം മനസ്സിലാക്കി. അതേപോലെ ഒരു കാര്യം ചെയ്യണം നിർബന്ധമില്ല, പക്ഷേ മൂല്യം മനസ്സിലാക്കിയിട്ട് ജനങ്ങളത് ചെയ്യുന്നു. അപ്പോൾ ഹിന്ദു മതം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് മതമല്ല. അതുകൊണ്ടാണ് മതങ്ങൾക്ക് ധർമ്മത്തെ നശിപ്പിക്കാൻ കഴിയില്ല, ധർമ്മത്തിന് മതത്തെ നശിപ്പിക്കാൻ കഴിയും. അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ. കാരണം ഇവരൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവർ സൃഷ്ടി നടത്തുന്നില്ലേ, ഇവർ സംരക്ഷണം നടത്തുന്നില്ലേ, ഇവർ സംഹാരം നടത്തുന്നില്ലേ? എല്ലാം നടന്നുണ്ട്. സൃഷ്ടി സ്ഥിതി സംഹാരാദികൾ നടത്തുന്നുണ്ട്. ഇവരും സ്വയം അതിന് വിധേയമാണ്. ഞാൻ ജനിക്കപ്പെട്ടു, സത്യമാണല്ലോ. ഇനി ഞാൻ സംരക്ഷിക്കപ്പെടുന്നു. ഇപ്പോഴൊക്കെ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്ന സമയത്ത് ഞാൻ സംഹരിക്കപ്പെട്ടു. അപ്പം ഞാനും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വിധേയമാണ്. എൻ്റെ ശരീരം വിധേയമാണ് അല്ലേ? പിന്നെ എങ്ങനെയാണ് അതിനെ നശിപ്പിക്കാൻ പറ്റുക? അപ്പോൾ പൊട്ടത്തരം പറയുക, വിഡ്ഢിത്തരം പറയുക, അത്രയേ ഉള്ളൂ. പിന്നെ അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും അല്ലാത്ത ബുദ്ധൻ മതവും അല്ലാതെ ഹിന്ദുമതം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരെ ഇല്ലാതാക്കുക, അതാണോ? അതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിക്കോളൂ. ഞങ്ങൾ അതിനെതിരെ ഇല്ലാതെ ആകാതിരിക്കാനുള്ള പണി എന്തോ അത് നമ്മൾ നോക്കിക്കൊണ്ട്, അത്രയല്ലേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. പണ്ടൊരു സിനിമയിൽ പറഞ്ഞു, നീ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഞാൻ മരിക്കാതിരിക്കാനും ശ്രമിക്കാം എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ
ഇതിന് സനാതനധർമ്മം എന്ന പേരിൽ ഇന്ന് കാണുന്ന ഹൈന്ദവ സമൂഹത്തെ ഇല്ലാതാക്കാനാണ് ഉദ്ദേശം. നിങ്ങളതിന് ശ്രമിച്ചു കൊണ്ടിരിക്കുക. പക്ഷേ ഞങ്ങളിവിടെ നിലനിൽക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കാം. അത്രേ പറയാൻ പറ്റുള്ളൂ. അതാണ് എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്. നന്ദി, നമസ്കാരം.